ഹലോ ഓൾ, ചിന്ന ചിന്ന ആസൈ. അപ്പം രണ്ട് സ്ട്രൈക്കിംഗ് തിങ്സ് ആണ് ഈ സിനിമയെ പറ്റി നമുക്ക് കണ്ടതിന് ശേഷം മെയിനായിട്ട് തോന്നുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസ് മധുബാല. കാരണം അവരുടെ ആ രണ്ടുപേരുടെയും ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ട്രേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പിന്നെ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു ഇമോഷണൽ കണക്റ്റ് എല്ലാം കൂടെ നല്ല രീതിയിലാണ്. അതാണ് ഈ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. കാരണം അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്, രണ്ടുപേരും എക്സെപ്ഷണൽ എന്ന് പറയണം. കാരണം മെയിൻലി ബിക്കോസ് ഇറ്റ് ഫീൽസ് സോ നാച്ചുറൽ. കാരണം അങ്ങനെ ആ രീതിയിൽ അതാണ് ഏതാണ്ട് ഈ സിനിമയുടെ പ്രധാന ഭാഗം മുഴുവൻ. അപ്പം ഇതിനോട് തന്നെ ആ ഒരു മെയിൻ ക്യാരക്ടറിനോട് അല്ലെങ്കിൽ ഈ ഒരു മെയിൻ പോയിന്റിനോട് പറയുമ്പോൾ തന്നെ പറയാനുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ പോയിന്റ്, അത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്. ഇപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആ കഥയോട് ജെല്ല് ചെയ്ത് നല്ലൊരു ഫ്ലോയിൽ പോകുന്ന ഒരു മ്യൂസിക്കൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് വണ്ടേഴ്സ് ടു എ സ്റ്റോറി. അതാണ് എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദാറ്റ് മ്യൂസിക് ഇസ് സോൾഫുൾ ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു ഹിയർ. കാരണം ആ ഒരു ഫീലാണ് ഇടുന്നത്. അപ്പം ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ പോലും എനിക്കെന്തോ ആസ് എ ഹോൾ ഇറ്റ് ലാക്സ് വാട്ട് ഇറ്റ് ഒരു എൻഗേജിങ് ഫാക്ടർ ടു മേക്ക് ഇറ്റ് ഫീൽ ലൈക്ക് എ ഫുൾ സാറ്റിസ്ഫൈഡ് ഫിലിം. കാരണം ഇതൊരു നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏതാണ്ട് പ്രഡിക്റ്റബിൾ ആണ്. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനൊരു ക്ലൂ ഉണ്ട്. പക്ഷേ ഒരു ആവശ്യത്തിനൊരു എൻഗേജിങ് ഫാക്ടർ, ഒരു വൗ ഫാക്ടർ തരുന്ന ഒരു ഇൻസിഡൻസോ അതെന്തോ സംവെയർ ഡൗൺ ദ ലൈൻ ഇറ്റ്സ് മിസ്സിങ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഒരു പറ്റം സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ടുപേരും വളരെ നാച്ചുറലായിട്ട്, ഇറ്റ് നെവർ ഫീൽസ് ഫോഴ്സ്ഡ്. അവരുടെ ഡയലോഗ്സോ കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ സൈഡ് ക്യാരക്ടേഴ്സ് വരുന്നതെല്ലാം എന്തുകൊണ്ടോ ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽസ് ഫോഴ്സ്ഡ് ആൻഡ് കൈൻഡ് ഓഫ് ഒരു എക്സ്ട്രാ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ വേണ്ടി വരുന്നത് പോലത്തെ അങ്ങനെ ഒരു ഫീലാണ് ഉണ്ടായത്. സോ ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ ഗുഡ്. സോ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ പോയം. ദ മൂവി ഈസ് ഒരു എസ്തെറ്റിക് ബ്യൂട്ടി, ഒരു ഗുഡ് ഫീൽ, ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് ഗുഡ് മൊമെന്റ്സ്. കാരണം ഇവർ രണ്ടുപേരും ലീഡ് പെയർ തരുന്ന ഒരു നല്ലൊരു മൊമെന്റ്സ് ഉണ്ട്. ബട്ട് sadly not cinematic or dramatic enough to offer you a full engaging experience. Till we are back with the next review. Bye.